റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആഗോള എണ്ണ വിപണിയിൽ സംഭവിച്ച മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യ തങ്ങളുടെ എണ്ണ വിപണനം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഇതിൽ പ്രധാന ഉപഭോക്താക്കളായി മാറിയത് ഇന്ത്യയും ചൈനയുമാണ്. എന്നാൽ അടുത്തിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യക്കെതിരെ ഉയർന്നു വന്ന ഇരട്ടത്താപ്പ് നയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കെതിരെ അമേരിക്ക ഏകപക്ഷീയമായി ഇരട്ടച്ചുങ്കം ചുമത്തിയിരിക്കുകയാണ്. ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഈ നീക്കം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ചെലവേറിയതാവുന്നതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അമേരിക്കൻ വിപണിയിൽ മത്സരിക്കാൻ കഴിയാതെ വരും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറും. അമേരിക്കയുടെ ഈ നീക്കം ഏകപക്ഷീയമായ ഒന്നാണെന്നും സമാനമായ രീതിയിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈന, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ സമാനമായ ചുങ്കം ഏർപ്പെടുത്തിയിട്ടില്ല എന്നും ഇന്ത്യൻ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യക്കെതിരെ 50% ചുങ്കം ചുമത്തിയിരിക്കുന്നത്. ചൈനയ്ക്കെതിരെ ഇതിന്റെ പകുതി മാത്രമാണ്. സൗദി അറേബ്യയ്ക്ക് വെറും 10% മാത്രമാണ് ചുങ്കം. ഈ ഇരട്ടത്താപ്പ് സമീപനമാണ് ഇന്ത്യയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ഇതിനിടെ റോയിട്ടേഴ്സ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ അമേരിക്കയുടെ വാദങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതാണ്. ജൂലൈ മാസത്തിൽ റഷ്യയുടെ കടൽ വഴിയുള്ള ഇന്ധന എണ്ണ കയറ്റുമതി കൂടുതലും സൗദി അറേബ്യയിലേക്കും ഇന്ത്യയിലേക്കും ആയിരുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇന്ധന എണ്ണയ്ക്ക് പുറമെ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന വാക്വം ഗ്യാസ് ഓയിലും ഈ രണ്ട് രാജ്യങ്ങളിലേക്കാണ് കൂടുതലായി എത്തിയത്. LSEG ഡാറ്റയും വ്യാപാരികളിൽ നിന്നുള്ള വിവരങ്ങളും ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സ് ഈ വാർത്ത നൽകിയത്. റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിരുന്നു. എന്നാൽ 2023 ഫെബ്രുവരി മുതൽ അവർ ഈ ഇടപാടുകൾ പൂർണ്ണമായും നിർത്തിവെച്ചു. ഇതിനെ തുടർന്നാണ് റഷ്യക്ക് തങ്ങളുടെ എണ്ണയ്ക്ക് പുതിയ വിപണികൾ കണ്ടെത്തേണ്ടി വന്നത്. വിലക്കിഴിവോടെയാണ് റഷ്യ മറ്റ് രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കാൻ തുടങ്ങിയത്. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് പ്രയോജനകരമായി മാറി. റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയുടെ തുറമുഖങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് 11 ലക്ഷം മെട്രിക് ടൺ ഇന്ധന എണ്ണയാണ് ജൂലൈ മാസത്തിൽ എത്തിയത്. ജൂണിലും ഏതാണ്ട് ഇതേ അളവിൽ തന്നെയാണ് സൗദി ഇറക്കുമതി ചെയ്തതും. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ സമയത്ത് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുകയും അത് ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ ഇന്ധനം ആവശ്യമായി വരികയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സൗദി അറേബ്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇന്ധനം ഇറക്കുമതി ചെയ്തത്. ഇന്ത്യയെ സംബന്ധിച്ച് ജൂൺ മാസത്തേക്കാൾ 65% കൂടുതൽ ഇന്ധന എണ്ണയാണ് ജൂലൈയിൽ ഇറക്കുമതി ചെയ്തതെന്ന് LSEG ഡാറ്റ വ്യക്തമാക്കുന്നു. റഷ്യൻ എണ്ണയുടെ കുറഞ്ഞ വിലയാണ് ഇന്ത്യയെ ഈ ഇറക്കുമതിക്ക് പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നിലവിൽ റഷ്യയിൽ നിന്നാണ്. എന്നിരുന്നാലും ജൂലൈയിൽ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യ എണ്ണയുടെ ഇറക്കുമതി കുറച്ചുവെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ എണ്ണവില വർദ്ധിച്ചതോടെ റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങാൻ ഇന്ത്യൻ കമ്പനികൾ വീണ്ടും തീരുമാനിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഏറ്റവും പ്രയോജനകരമായ മാർഗം തിരഞ്ഞെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതും. എണ്ണ കമ്പനികൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം ഇന്ത്യയെയും മറ്റ് പല രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ തങ്ങളുടെ രാജ്യങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ അമേരിക്ക അതിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത് നയതന്ത്ര രംഗത്തും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പകരം ഇത്തരം ഏകപക്ഷീയമായ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാനിടയുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക നേട്ടമാണ്. എന്നാൽ ഇത് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ നടപടി ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് തടസ്സമാകുമോ എന്നും ഭാവിയിൽ മറ്റു രാജ്യങ്ങളും ഇതേ നയം പിന്തുടരുമോ എന്നും സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയാണ് ഇന്ത്യയുടെ മുൻഗണന. വിലക്കുറവിൽ എണ്ണ ലഭിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനുള്ള അവകാശവും രാജ്യത്തിനുണ്ട്. ഒരു പരമാധികാര രാജ്യത്തിന്റെ ഈ തീരുമാനത്തിൽ മറ്റൊരു രാജ്യത്തിന് ഇടപെടാൻ അവകാശമില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന് ഈ വിഷയം ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. ഈ പ്രശ്നം എങ്ങനെയാണ് ഇരു രാജ്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്നത് നിർണായകമായിരിക്കും.